എന്താ സഞ്ജു? നീ എന്താ റൂമിലേക്ക് കയറാതെ പോയത്? എന്തിന്? ഏത് നിമിഷം അമ്മു അവിടെ വരും. ഞാൻ അവളുടെ മുന്നിലൂടെ തല കുനിച്ചിറങ്ങി പോകേണ്ടി വരും. നാഴികയ്ക്ക് 40 വട്ടമുള്ള അവളുടെ എന്റെ ഭർത്താവെന്ന വിളി കേട്ട് ഞാൻ മടുത്തു. ഞാൻ കുറച്ച് പരുഷമായി സംസാരിച്ച നിലയ്ക്ക് ഇനി അവൾ എന്റെ റൂമിലേക്ക് വരില്ല. മാനസികമായി ഞാൻ ആകെ തളർന്നു സ്വാതി. ആകെയുള്ളത് നീ കൂടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം മാത്രമാ. നീ എന്നോട് ഇങ്ങനെ പെരുമാറിയ ഞാൻ എന്ത് ചെയ്യും? നിന്റെ കൂടെ അല്പം ഒന്നിരുന്ന മനസ്സൊന്ന് റിലാക്സ് ആവും. അമ്മുവിന്റെ ശല്യം ഉണ്ടാവരുതെന്ന് കരുതിയ ലേറ്റായി ഞാൻ വന്നത് തന്നെ. സഞ്ജു എത്ര ലേറ്റ് ആയാലും അവൾ ഉറങ്ങാതെ കാത്തിരിക്കുമെന്ന് മനസ്സിലായില്ലേ? ദേ, ഞാൻ ഒന്നും കഴിക്കാതെ വന്നത്. നല്ല വിശപ്പുണ്ട്. നീയൊന്നും കഴിച്ചില്ലല്ലോ. നീ വാ, അവളിനി വരില്ല. ഉറപ്പാണോ? എനിക്കതില് ഉറപ്പില്ലാത്തതുകൊണ്ട് ചോദിക്കോ? ഉറപ്പ്. ഇപ്പൊ സഞ്ജുന്റെ ഉറപ്പ് എവിടെ പോയി? അവള് വന്നുവല്ലേ? ഗുഡ് നൈറ്റ്. എന്താ? ഞാൻ വന്നത് സഞ്ജുവേട്ടന് ഇഷ്ടമായില്ല എന്ന് എനിക്കറിയാം. അറിഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാ വന്നത്? സഞ്ജുവേട്ടൻ അത്താഴം കഴിക്കാൻ വാ. ഒന്നും കഴിക്കാതല്ലേ വന്നത്? നീ ചെല്ല്, എനിക്ക് വിശപ്പില്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ട് പട്ടിണി കിടക്കരുത്. ഇത് വലിയ ശല്യായല്ലോ. മനുഷ്യനും സ്വൈര്യം തരില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? മതി, നിർത്ത. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഊണ് കൊടുത്തു വിട്ടത് എന്റെ തെറ്റായി പോയി. എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു. സഞ്ജുവേട്ടൻ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തു പോയതാ. ഇനി ഞാനത് ആവർത്തിക്കില്ല. ശരി ശരി, പോട്ടെ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കാരണം ഇന്ത്യയിൽ ഇഷ്ടക്കേട് തോന്നിയ സഞ്ജുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ആരോരുമില്ലാത്തവളാ. എനിക്ക് ആശ്രയമായി സഞ്ജുവേട്ടൻ മാത്രമേ ഉള്ളൂ. സഞ്ജുവേട്ടൻ ദേഷ്യപ്പെട്ട എനിക്കത് താങ്ങാനാവില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത സഞ്ജുവേട്ടൻ സമാധാനത്തോടെ അത് തിരുത്തി തന്നാ മതി. പിന്നെ ഞാനത് ആവർത്തിക്കും.
വരാൻ വേണ്ടി കാത്തിരുന്നാ ഞാൻ. വാ, വന്ന് കിടക്ക്. സമയം കുറെ ആയി. വാ കുട്ടി. കിടക്കും മോളെ. നീ അതിരാവിലെ എഴുന്നേക്കുന്നല്ലേ? അവന് വേണ്ടിയുള്ള പൂജകളല്ലേ നടക്കുന്നത്. അത് തടസ്സങ്ങളൊന്നും വരാതെ തീരട്ടെ. അതിൽ കവിഞ്ഞ് നമുക്ക് എന്താ ഉള്ളത്? എന്റെ സങ്കടം അതൊന്നുമല്ല അമ്മ. പിന്നെ സഞ്ജുവേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. വലിയ ദേഷ്യത്തിലാ സഞ്ജുവേട്ടൻ. മോളെ കഴിച്ചില്ലേ? സഞ്ജുവേട്ടൻ കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കും? അവൻ പുറത്തുനിന്ന് കഴിച്ചു കാണും മോളെ. വല്ല മീറ്റിങ്ങോ പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോ അന്ന് അവൻ അത്താഴം കഴിക്കാൻ വരാറില്ല. ഇത് അങ്ങനെയൊന്നുമല്ല. പുറത്തുനിന്ന് കഴിച്ചതാണെങ്കിൽ അത് പറയില്ലേ? വിശപ്പിൽ നിന്നാ സഞ്ജുവേട്ടൻ പറഞ്ഞത്. എനിക്കറിയാം ഞാൻ സഞ്ജുവേട്ടന് ചേർന്ന പെണ്ണല്ലാന്ന്. എന്നോട് അന്നേരം തോന്നിയ സഹതാപം കൊണ്ട് താലി കെട്ടിയതാ. സഞ്ജുവേട്ടനെ പോലെ ഒരാളുടെ ഭാര്യയാവാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? നാട്ടിൻപുറത്ത് ജീവിച്ചൊരു പെണ്ണ്. പട്ടണത്തിലെ പരിഷ്കാരമൊന്നും എനിക്കറിയില്ല. അതിനു വേണ്ട പഠിപ്പും വിവരവുമില്ല. അതെല്ലാം അറിഞ്ഞു വെച്ചല്ലേ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അവന് നൂറുകൂട്ടം പ്രശ്നങ്ങളാ മോളെ. വീട്ടിലിരിക്കുന്ന നമുക്കൊന്നും അതറിയില്ല. അല്ലാതെ മോളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല അവൻ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞത്. ഒരുപാട് പേര് സഞ്ജുവേട്ടന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടോ? പിന്നില്ലേ, അവന്റെ മുത്തശ്ശൻ തുടങ്ങി വെച്ച ബിസിനസ്സുകളാ. എല്ലാം നോക്കി നടത്തേണ്ടത് അവനല്ലേ. രാവും പകലും അവൻ അതിന്റെ പിന്നാലെയാ. ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുണ്ട്. അത് അവനായി ഉണ്ടാക്കി വെച്ചതല്ല. അസൂയ പൂണ്ടവരാ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് കഴിയുന്നത് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം. സഞ്ജുവേട്ടൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ഞാനതൊക്കെ സഹിക്കും. എന്നെ വഴക്ക് പറയാനും ശിക്ഷിക്കാനുള്ള അവകാശം സഞ്ജുവേട്ടനുണ്ട്. മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് സഞ്ജുവേട്ടനാ. നരേന്ദ്രൻ ചേട്ടനെ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നതെങ്കിൽ ആ ദിവസം തന്നെ ഞാൻ മരിച്ചു കളയായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ മോളെ. മോള് വാ, കിടക്ക്. വാ, കിടക്ക്. വാ. ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ല. പ്രസവത്തില് എന്റെ അമ്മ മരിച്ചു പോയതാ. എന്റെ മനസ്സിലുള്ള അമ്മ സഞ്ജുവേട്ടന്റെ അമ്മയാ. അമ്മയെ ഓർക്കുമ്പോ ഈ മുഖം എന്റെ മനസ്സിൽ വന്നത്. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും മോളിതുപോലെ എന്നോട് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? ക്ഷേത്രത്തിൽ വെച്ച് ഒരിക്കലല്ലേ ഞാൻ അമ്മയെ കണ്ടിട്ടുള്ളൂ. അന്ന് അമ്മയോട് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ കാണുന്നത് ഇവിടെ വന്നല്ലേ. നീ എന്നെ ഇപ്പൊ കണ്ടതാണെങ്കിലും എന്റെ മോളും മരുമോളും ഒക്കെ നീ. എന്നും നീ എന്നോടൊപ്പം ഉണ്ടാവാനാ എന്റെ പ്രാർത്ഥന. സഞ്ജുവേട്ടൻ എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയാതെ വന്ന അമ്മ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. എനിക്കിനി പോവാൻ വേറൊരിടവുമില്ല. വീട്ടിലേക്ക് തിരിച്ചു ചെന്ന വല്യമ്മയും നരേന്ദ്രൻ ചേട്ടനും എന്നെ കൊന്നുകളയും. മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയില്ല മോളെ. നിന്നിൽ ഞാൻ എന്നെ തന്നെ കണ്ടത്. മോൾ ഉറങ്ങിക്കോ. താലികെട്ടിന് ഒരു നിമിഷം മുമ്പ് എന്റെ കണ്ണുകള് തുറപ്പിച്ച് തന്നില്ലല്ലോ ദൈവമേ.
സഞ്ജു, നമ്മള് രണ്ടാളും വിവാഹം കഴിഞ്ഞിട്ട് അധിക ദിവസമായില്ല. ഇപ്പൊ നമ്മൾ രണ്ടാളും എത്ര സന്തോഷത്തിൽ കഴിയേണ്ടതാ. ശരിയാ. ഈ ഒരു കാലഘട്ടം നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തില് ഒരിക്കലല്ലേ ഉണ്ടാവൂ, അല്ലേ? അതത്രേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് ഏതൊരാളും ആഗ്രഹിക്കുന്ന ദിവസങ്ങളാ ഇപ്പൊ കടന്നു പോകുന്നേ. സ്വാതി പറഞ്ഞത് ശരിയാ. അപ്പോ ഇനിയും ആ നല്ല ദിവസങ്ങള് നഷ്ടപ്പെടുത്തി കളയണമെന്നാണോ സഞ്ജു പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? പിന്നെന്താ, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും സഞ്ജു അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ. സഞ്ജുവിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇവിടെ ഞാനും ആകെ മടുത്തുപോയി. ദിവസങ്ങൾ കൂടുന്തോറും നമ്മുടെ ജീവിതത്തില് അമ്മന്റെ ഇടപെടൽ കൂടി വരുവാ. നമുക്ക് രണ്ടാൾക്കും ഒരു ചേഞ്ച് ആവശ്യമാ. കുറച്ച് ദിവസത്തേക്കെങ്കിലും നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം. ശരിക്കും പറഞ്ഞ ഒരു ഹണിമൂൺ ട്രിപ്പ്. അതെ, ഞാനും ഇത് സ്വാതിയോട് പറയാനിരുന്നതാ. അപ്പോ എവിടേക്കാ ട്രിപ്പ് അതാലോചിച്ചോ? അത് സ്വാതിയുടെ ഇഷ്ടം. എവിടാന്ന് വെച്ചാ പറഞ്ഞോ, നമുക്ക് പോയേക്കാം. കുളു മണാലി അത് സീസണല്ല. പിന്നെ ഗോവ. പക്ഷേ അവിടെ ഞാനും ഫ്രണ്ട്സും ഒക്കെ പലതവണ പോയിട്ടുള്ളതാ. അപ്പോ മറ്റെവിടെയെങ്കിലും മാറ്റിപ്പിടി. ദൂരെ എങ്ങും വേണ്ട. കൊടൈക്കനാൽ അത് മതി. എന്താ സഞ്ജുവിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞില്ലേ, സ്വാതി പറയുന്ന ഏത് സ്ഥലമാണോ അതെനിക്കിഷ്ടമെന്ന്. അപ്പോ കൊടൈക്കനാല് ഫിക്സ് ചെയ്താലോ? ഓക്കേ, അത് മതി. അവിടെ കൊടൈക്കനാലില് കുറച്ച് ദിവസം നമ്മൾ രണ്ടാളും മാത്രം. സമ്മതിച്ചു. സഞ്ജുവേട്ടൻ അത്താഴം കഴിക്കാൻ വാ. ഒന്നും കഴിക്കാതല്ലേ വന്നത്? നീ ചെല്ല്, എനിക്ക് വിശപ്പില്ല. അതെ, ഹണിമൂണിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, എന്താ? അത് വേണ്ട സഞ്ജു. നമ്മുടെ ലൈഫിലെ ഓരോ നല്ല നിമിഷങ്ങളും ഒരു കലണ്ടറിലെ വിശേഷ ദിവസങ്ങൾ പോലെ എന്നും ഓർത്തിരിക്കേണ്ടതാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തീ
പിടിച്ച മനസ്സുമായിട്ട് എങ്ങനെയാ നമ്മള് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ ആസ്വദിക്കും? എനിക്കതിന് കഴിയില്ല. അമ്മ ഏൽപ്പിച്ച ഷോക്കിന്റെ ടെൻഷൻ എന്റെ മനസ്സിൽ. ഇവിടുന്ന് മാറി താമസിച്ചാലും സഞ്ജുവിന്റെ ഭാര്യ എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു പെണ്ണ് സഞ്ജുവിന്റെ വീട്ടിൽ കാത്തിരിപ്പുണ്ടാവും. സോറി സഞ്ജു, എല്ലാത്തിനും കാരണക്കാരി ഞാൻ തന്നെയാ. അമ്മോനെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതെന്റെ ഭാഗത്ത് സംഭവിച്ച മിസ്റ്റേക്കാ. അതിന് ഞാനിന്ന് എന്റെ ജീവിതത്തിന്റെ വിലയാ കൊടുക്കേണ്ടി വരുന്നു. സഞ്ജുവേട്ടാ, സഞ്ജുവേട്ട വാതിൽ തുറക്ക്. ഈശ്വരാ, അവള് വന്നു. സഞ്ജുവേട്ടാ, മടുത്തു, സഹി കിട്ടു. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്നത്തോടെ ഈ നാടകം അവസാനിപ്പിക്കണം എനിക്ക്. സഞ്ജു, സഞ്ജു എന്താ ഈ ചെയ്യാൻ പോകുന്നേ? വാതിൽ തുറന്ന് സഞ്ജുന്റെ റൂമിൽ ഞാനുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനോ? നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയും. അവളത് വിശ്വസിക്കുമെങ്കിൽ ചെന്ന് പറ. സഞ്ജു, സഞ്ജു ഒന്ന് ഓർക്കണം, എന്റെ ഭർത്താവ് വിദേശത്താണെന്ന് അവളോട് എല്ലാരും പറഞ്ഞിരിക്കുന്നത്. ഇനി സത്യം അതല്ലെന്ന് സഞ്ജു പറഞ്ഞ അവളത് വിശ്വസിക്കോ? എന്നൊരു മോശക്കാരിയായിട്ടല്ലേ അവള് കാണാൻ പോകുന്നത്. ഇനി അങ്ങനൊരു പേരുദോഷം കൂടി ഞാൻ ശിരസിൽ ഏറ്റുവാങ്ങണോ? എങ്കിൽ ചെന്ന് തുറക്ക്. വാതിൽ തുറക്ക് സഞ്ജുവേട്ടാ. സഞ്ജുവേട്ടാ, ലച്ചു വിളിക്കുന്നേ, ഒന്ന് വാതിൽ തുറന്നേ. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് കരുതി ഈ വീട്ടിൽ അവളെ സ്നേഹിക്കുന്നവരെല്ലാം അവളുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചിരിക്കുവാ. വാതിൽ തുറക്ക് സഞ്ജുവേട്ടാ. സതി, നീ വാഷ്റൂമിൽ പോ. ഞാൻ അവളെ ഒഴിവാക്കി വിടാം. സഞ്ജുവേട്ട വാതിൽ തുറക്ക്. സഞ്ജുവേട്ടൻ എന്താ വാതിൽ തുറക്കാത്തെ? സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടാ. നിനക്ക് ഉറക്കൂല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? സഞ്ജുവേട്ട തല്ലിയാലും എനിക്ക് സങ്കടമില്ല. ഞാൻ നിന്നോട് ജ്യൂസ് ചോദിച്ചോ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നട്ടപ്പാതിരിക്ക് ജ്യൂസുമായിട്ടൊന്ന് വാതിൽ തട്ടി വിളിക്കുന്നു. എനിക്ക് വേണ്ട, നീ ഒന്ന് കൊണ്ടുപോയേ. എന്നോട് ദേഷ്യപ്പെട്ട പട്ടിണി എടുക്കുന്നതെന്ന് എനിക്കറിയാം. സഞ്ജുവേട്ടൻ ഏതെങ്കിലും കുടിച്ചിട്ട് ഗ്ലാസ് താ, ഞാൻ അങ്ങ് പോയേക്കാം. നിന്നോട് കൊണ്ടുപോകാനാ ഞാൻ പറഞ്ഞത്. എന്റെ മുന്നിൽ വെച്ച് കുടിക്കാൻ കഴിയില്ലെങ്കിൽ ഞാനിതിവിടെ വെച്ചിട്ട് പോവാം. സഞ്ജുവേട്ടൻ കുടിച്ചിട്ട് ഗ്ലാസ് പുറത്ത് വെച്ചാൽ മതി. അത് കണ്ടാലേ എനിക്ക് സമാധാനാവുള്ളൂ. സഞ്ജുട്ടാ, ഈ കമ്മല് ചേച്ചിയുടേതല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? സഞ്ജുട്ടാ, ഈ കമ്മൽ എങ്ങനെ ഇവിടെ വന്നു?